ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അലീന അവതക്കുട്ടിയോട് സംസാരിക്കാണ് കേട്ടോ. സംസാരിക്കുന്ന വേറൊന്നുമല്ല, മദ്യപാനത്തെ കുറിച്ചാണ് അവൾ പറയുന്നത് കേട്ടോ. കാരണം തലേ ദിവസം അവതക്കുട്ടി സ്റ്റാലിനും കൂടെ ഒരുമിച്ച് ഒരുപാട് ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ നടുവിലും ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ മദ്യപാനത്തിന് ഇടയിൽ തന്നെ സ്റ്റാൻലി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അലീനയെ കുറിച്ച് തന്നെയാണ്. അവളെൻ്റെ മകളാണ്, എൻ്റെ രാജകുമാരിയാണ്, പക്ഷെ അവളെ ഞാൻ അറിഞ്ഞില്ലല്ലോ, 23 വർഷം എൻ്റെ കുഞ്ഞ് എവിടെയോ താമസിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവൾ കേൾക്കുന്നുണ്ട്. അവൾക്ക് ഒരുപാട് സങ്കടവും സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രാവിലെ അവതക്കുട്ടിയെ കണ്ടപ്പോൾ അവൾ അവതക്കുട്ടിയോട് സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വല്യപ്പച്ചൻ അറിയാലോ ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, ഈ പപ്പ എന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അവനൊരു കേണലല്ലേ മോളെ, അതവൻ്റെ പണ്ടത്തെ ശീലമാണ്, ഇതുവരെ അവന് മാറ്റം പറ്റിയിട്ടില്ല. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, അപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് വല്യപ്പച്ചൻ അറിയാമോ, കരളടിച്ചു പോയില്ലേ. അത് കേട്ടപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ മോളെ, പക്ഷേ ഞാനിപ്പോൾ അതൊക്കെ നിർത്തിയല്ലോ, എനിക്ക് പ്രായമായില്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ വല്യപ്പച്ചൻ്റെ കാര്യമില്ല പറയുന്നത്, വല്യപ്പച്ചൻ നിർത്തിയെങ്കിൽ വല്യപ്പച്ചന് നല്ലത്, പക്ഷെ പപ്പയോ എന്തൊക്കെ അസുഖം വരും എന്നറിയാമോ ഇത്രയൊക്കെ മദ്യപിച്ച് കഴിഞ്ഞാൽ. പോട്ടെ, എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് ആർക്കറിയാം ഇതുവരെ. അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല മോളെ, അവനിടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാറുണ്ട്, അതിൽ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, വല്യപ്പച്ചന് ഫുൾ സപ്പോർട്ടാണല്ലോ, അതുകൊണ്ടാണ് പപ്പ ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് വല്യപ്പച്ചനോട് തട്ടി കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒടുവിൽ അവൾ തന്നെ പറയുന്നുണ്ട്, ഇതൊക്കെ പറയാൻ ഞാനാരാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കൊന്നുമില്ലല്ലോ. അപ്പൊ അവതക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മദ്യപാനൊക്കെ നിർത്തി മോളെ, ഞാൻ ഒരു പെഗ് മാത്രം കഴിച്ചുള്ളൂ, അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, അവന്റെ കയ്യെ പിടിച്ച് നിർത്താൻ എന്നാ ചെയ്യാനാ. അത് കേട്ടപ്പോൾ അവള് ഒരു കുറുമ്പ് മുഖത്തോട് കൂടെ പറയുന്നുണ്ട്, വല്യപ്പച്ചൻ മാത്രം മദ്യപാനം നിർത്തിയാൽ പോരാ, പപ്പയെ നിർത്തണം മോളെ, നമുക്ക് ശ്രമിക്കാം, എന്തായാലും ശ്രമിക്കാം എന്ന് അവതക്കുട്ടി പറയുമ്പോൾ അലീനയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു, എനിക്കിങ്ങോട്ട് വരണ്ടായിരുന്നു, ഇവിടെ ഒരുപാട് വെള്ളപ്പട്ടികളുണ്ട്, അതിന്റെ കൂട്ടത്തിലൊരു കറുത്ത പട്ടി എന്നവൾ പറയുമ്പോഴേക്കും അവതക്കുട്ടി പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ അവൾക്ക് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ വല്യപ്പച്ച എന്നെ കളിയാക്കി ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, ഒന്നുമില്ല മോളെ, നിന്നെ പോലെ തന്നെയായിരുന്നു ചിന്നമ്മ, എന്തെങ്കിലും സീരിയസ് കാര്യം പറയുമ്പോഴായിരിക്കും ഇടയിലൊരു തമാശ. അതും പറഞ്ഞ് അവതക്കുട്ടി ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ മുഖം വീർപ്പിച്ച് അവിടെ നിന്ന് മാറിയിരിക്കുന്നുണ്ട്. അങ്ങനെ അവതക്കുട്ടി ആ ഒരു രംഗം ശാന്താക്കാനായിട്ട് അവളോട് പറയുന്നുണ്ട്, മോളെ, വല്യപ്പച്ചൻ പറയുന്നത് വിശ്വസിക്കുക, വല്യപ്പച്ചൻ ഇന്നൊരു പെഗ് മാത്രമേ കഴിച്ചുള്ളൂ, അതും അവൻ നിർബന്ധിച്ചപ്പോൾ മാത്രം. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അതെന്നാ ഒരു പെഗ് മാത്രം കഴിച്ചേ, കുറെ കഴിച്ചുകൂടായിരുന്നു. അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അതെന്താണെന്നോ, അത് മോളോടുള്ള സ്നേഹം കൊണ്ട്, അതുകൊണ്ടാണ് വല്യപ്പച്ചൻ ഒരു പെഗിൽ ഒതുക്കിയത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അപ്പോൾ വല്യപ്പച്ചൻ എന്നെ ഇഷ്ടമാണല്ലേ, പക്ഷേ സ്റ്റാൻലിക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മദ്യപിക്കുന്നത്. അത് കേട്ടപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെ എടുത്തോ, അങ്ങനെയല്ല മോൾ, അവന് നിന്നോട് വലിയ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും സ്റ്റാൻലിയുടെ മദ്യം നിർത്താനുള്ള വഴിയൊക്കെ നമുക്ക് നോക്കാം, അതിനുള്ള മാർഗ്ഗമൊക്കെ നമുക്ക് കണ്ടെത്താം, മോളിപ്പോൾ കിടന്നാട്ടെ എന്നും പറഞ്ഞ് അവളോട് കിടക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. അലീനയാണെങ്കിൽ കണ്ണും തുറന്ന് ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന രോഹിത്തിനെയാണ് കേട്ടോ. രോഹിത്ത് കുളി കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവൻ ബബിതേനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങോട്ട് ചെല്ലുന്നില്ല. പിന്നെ അവൻ വിളിച്ചു വെറുപ്പിക്കുമ്പോൾ അവൾ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് ഡോർ അടയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നീ ഇന്ന് എന്താ കാണിച്ചത്, നിന്നോട് അച്ഛൻ എന്താ പറഞ്ഞത്, നമ്മളോട് 3 പേരോടും കൂടെ അച്ഛൻ പറഞ്ഞത് എന്താ, വെറുതെ വഴക്കിന് പോകരുതെന്നല്ല അമ്മയുടെ അടുത്ത്, അമ്മ എന്തായാലും വഴക്കിന് വരും, പക്ഷെ നമ്മൾ മിണ്ടാതിരിക്കണം എന്നല്ല അച്ഛൻ പറഞ്ഞത്, പക്ഷെ നീ ഇന്ന് എടുത്ത് ചാടിയതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, അച്ഛൻ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞില്ല, അമ്മയ്ക്ക് ഇത് വിഷമമായിട്ടുണ്ട്, അപ്പോൾ നമ്മളും അമ്മയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, എന്ന് വെച്ച് അമ്മ പറയുന്നതെല്ലാം ഞാൻ കേട്ടോണ്ട് നിൽക്കണം, എന്നെ കൊണ്ട് പറ്റില്ല, അമ്മ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും, അമ്മയ്ക്ക് മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞ് അവളും തട്ടിക്കയറുന്നുണ്ട് കേട്ടോ. എന്തിനാ ബബി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കുന്നത്, നീ പറഞ്ഞപ്പോൾ എന്തായാലും അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അവൾക്ക് ചെറിയ സങ്കടം തോന്നിയിട്ട് ബബിത പറയുന്നുണ്ട്, അയ്യോ രോഹിത്തേട്ടാ, ഞാൻ വെറുതെ വേണ്ടായിരുന്നല്ലേ, ഞാൻ അപ്പത്തെ വാശിക്ക് അങ്ങനെയൊക്കെ ചെയ്തു, വെറുതെ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു, നീ ഇനി അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ, നമ്മളെപ്പോഴും അങ്ങോട്ടും തട്ടിക്കയറി കഴിഞ്ഞാൽ ഈ പ്രശ്നം വഷളാവേ ഉള്ളൂ, നമ്മൾ മിണ്ടാതിരിക്കണം എങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, അച്ഛന് വിഷമമായില്ലേ, അച്ഛന് വെറുതെ പ്രശ്നമായില്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ വെറുതെ അല്ല, അമ്മ കുറേ നേരം ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന കണ്ടു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, അച്ഛനോട് സോറി പറയണോ. അത് കേട്ടപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഇനിയിപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇങ്ങനെ ആവർത്തിക്കാനും മതി എന്ന് പറഞ്ഞിട്ട് അവളോട് പോയി കിടക്കാൻ പറയുമ്പോൾ അവൾ വീണ്ടും തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, അതെ രോഹിയേട്ടാ. അപ്പോൾ രോഹിത്ത് എന്താ ചോദിക്കുമ്പോൾ അവള് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുമില്ല. അപ്പോൾ രോഹിത്ത് വീണ്ടും നിർബന്ധിക്കുകയാണ്, നീ പറ എന്താ ചോദിക്കാനുള്ളത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, രോഹിത്തേട്ടാ, അമ്മ അച്ഛന് വേറെയല്ലേ കിടക്കുന്നത്, അച്ഛൻ അമ്മയുടെ അടുത്ത് കിടക്കുന്നില്ലല്ലോ, വേറെ റൂമിലല്ലേ കിടക്കുന്നത്, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ പ്രശ്നം. അത് കേട്ടപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരുപാട് പ്രശ്നം അമ്മ കാരണം ഉണ്ടായല്ലോ, അലീന ചേച്ചിയുടെ പ്രശ്നമൊക്കെ നോക്ക് നീ, അപ്പോൾ അതുകൊണ്ടൊക്കെ അച്ഛന് വെറുപ്പായിട്ടുണ്ടായിരിക്കും, അതായിരിക്കും അച്ഛൻ അമ്മയുടെ അടുത്ത് കിടക്കാത്തത്. അപ്പോൾ അവര് പറയുന്നുണ്ട്, അത് ശരിയല്ലല്ലോ. അത് കേട്ടപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ശരിയല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും, അമ്മ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ അച്ഛന് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല, നമുക്ക് എന്നാലും അതൊന്നും ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇപ്പോൾ പോയി കിടക്കാൻ നോക്കിക്കേ എന്ന് പറഞ്ഞ് അവളോട് പോകാൻ പറയാൻ കേട്ടോ. അങ്ങനെ രോഹിത്ത് വാതിലടച്ച് കിടക്കുകയാണ്. അങ്ങനെ അവള് സ്റ്റെയർ ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് ആലോചിച്ചിട്ടാണ് വരുന്നത്, മെല്ലെ മെല്ലെ ഇറങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് ലൈറ്റ് അങ്ങോട്ട് കത്തും. അതിൽ അവൾ നന്നായിട്ട് പേടിക്കുന്നുണ്ട് കേട്ടോ, ഞെട്ടിപ്പോവാണ്. കാരണം പെട്ടെന്ന് ലൈറ്റ് ഇടുമ്പോൾ അവൾ
പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പൊ അത് വൈജയന്തി ആയിരുന്നു. അപ്പൊ ബബിത പറയുന്നുണ്ട്, ഓ എന്താണ് അമ്മ പെട്ടെന്ന് ലൈറ്റ് ഇട്ട, ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. അത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, മനസ്സിൽ ഇരുട്ടുള്ളവർക്ക് പെട്ടെന്ന് പേടിണ്ടാവൂ, അവർക്കേ ഭയം ഉണ്ടാവൂ എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഓ അമ്മ എപ്പോഴാണ് ഈ സിദ്ധാന്തമൊക്കെ പഠിച്ചേ? അത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പൊ എവിടേക്കാ പോയത്? അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ രോഹിയേട്ടന്റെ റൂമിലായിരുന്നു. എന്തേ? അപ്പൊ അത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അല്ല നീ എന്താ ഈ പാതിരാത്രിക്ക് അവന്റെ റൂമിലേക്ക് പോയത്? അപ്പൊ അവള് പറയുന്നുണ്ട്, കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അത് എടുത്ത് കൊടുക്കാൻ പോയത്, ഒന്ന് മാറിക്കമ്മേ, വെറുതെ ഒരു ചോദ്യങ്ങളായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് അവള് അമ്മേനെ മറികടന്ന് കിടക്കാൻ പോകുമ്പോഴേക്കും വൈജയന്തി അവളെ വിളിച്ചിട്ട് വീണ്ടും പറയാൻ കേട്ടോ ഓരോന്ന്. നീ ഇപ്പൊ എന്തിനാ ഈ സമയത്ത് അവന്റെ റൂമിലേക്ക് പോയത്? അപ്പൊ അവള് പറയുന്നുണ്ട്, ഈ സമയത്ത് പോയതിന് എന്താ അമ്മയ്ക്ക് ഇത്ര പ്രശ്നം? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ വൈജ പറയുന്നുണ്ട്, അവൻ എങ്ങോട്ട് ഓടി പോകത്തൊന്നുമില്ലല്ലോ, അവൻ രാവിലെ ഇവിടെ ഉണ്ടാവില്ലേ, നിനക്ക് രാവിലെ പോയി സംസാരിച്ചാൽ പോരെ, നീ എന്തിനാ ഈ സമയത്ത് പോയത്? കെട്ടിക്കാനായ ഒരു ചെക്കനല്ല അവൻ എന്ന് പറയുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അമ്മ എന്തൊക്കെയാ പറയുന്നേ, കാരണം തന്റെ ബ്രദർ അല്ലേ രോഹിത്, അവൾ അതാണ് കേട്ടോ ചിന്തിക്കുന്നത്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ എന്റെ ആങ്ങളുടെ റൂമിൽ പോയതിന് അമ്മയ്ക്ക് എന്താ പ്രശ്നം? അതിനെന്താ സമയം കാലമൊക്കെ ഉണ്ടോ? ഓ അമ്മയ്ക്കും ഉണ്ടല്ലോ ആങ്ങളമാരൊക്കെ, അമ്മ അവിടെ എങ്ങനെയാണ് ആങ്ങളമാരോട് അകലം പാലിച്ച് നിന്നിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു മീറ്റർ കിട്ടിയ എനിക്കും അങ്ങനെ നിൽക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവള് പുച്ഛിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഞങ്ങളെ വിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ കുറച്ചു മുന്നേ, അതെന്താ ഞങ്ങൾ തമ്മിലുള്ള അകലം നോക്കാനായിരുന്നു, അവിടെ നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കായിരുന്നു. അവളുടെ ഈ ഒരു പ്രസംഗം കേട്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് വൈജയന്തിക്ക് ദേഷ്യം വരികയാണ്. കണ്ണന്തിരിവ് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കും. അത് കേട്ടപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ സ്വയം തന്നെ പൊട്ടിക്കാൻ നോക്ക്, അമ്മയുടെ മനസ്സിലുള്ള ദുഷിച്ച ചിന്ത അമ്മ എടുത്ത് കളയാൻ നോക്ക്, എങ്കിൽ അമ്മ നന്നാവും. എടുത്ത് നിൽക്കുന്നവർക്കും നാറുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ദുഷ്ട മനസ്സിന്റെ നാറ്റം എന്നും പറഞ്ഞ് അവള് ദേഷ്യത്തോടു കൂടെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അവള് പോയത് വൈജയന്തി അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്കൊരു കൂസലും ഇല്ല, അവൾ ഇങ്ങോട്ട് തിരിച്ച് ദേഷ്യപ്പെട്ടിട്ടാണല്ലോ ഈ പോയത്. അപ്പൊ ഒരു സങ്കടത്തോടു കൂടെ വൈജയന്തി അവിടെ അങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. റൂമിലേക്ക് നടന്ന് പോകുമ്പോൾ തന്നെ ബബിത അങ്ങനെ പിറുവിറുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പണ്ട് ഏതോ ആങ്ങളമാരുടെ അടുത്ത് നിന്ന് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഏയ് നീ എന്താടി പറഞ്ഞേ എന്നും പറഞ്ഞ് അവളുടെ മെക്കിട്ട് കയറാനായിട്ട് വരുമ്പോൾ അവള് പറയുന്നുണ്ട്, പറയുമ്പോൾ കേൾക്കണമായിരുന്നു എന്ന് പറഞ്ഞ് അവള് റൂമിൽ കയറി വാതിലടയ്ക്കാണ്. വൈജ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. കാരണം ബബിത അവള് തീരെ വില തരുന്നില്ല, അവളോട് പറഞ്ഞ് ജയിക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം വൈജയ്ക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ ബബിതയാണെങ്കിൽ റൂമിൽ കയറിയപ്പോഴേക്കും അവൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് അമ്മയോട് അത്രയൊക്കെ പറഞ്ഞതിൽ. അങ്ങനെ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ അലീനയെ ഫോൺ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുമ്പോൾ വീണ്ടും അത് തിരിച്ച് വെക്കുകയാണ് കേട്ടോ. പക്ഷെ ആ കറക്റ്റ് സമയത്ത് അലീന തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പൊ അവൾക്ക് നല്ല അത്ഭുതമായി. അങ്ങനെ ഫോൺ എടുത്തിട്ട് അവളോട് പറയുന്നുണ്ട്, ചേച്ചി സുഖമാണോ, ഞാൻ ചേച്ചിയെ വിളിക്കാൻ നിൽക്കായിരുന്നു, ഇത് എന്ത് മാജിക്കാ ചേച്ചി എപ്പോഴേക്കും ഇങ്ങോട്ട് വിളിച്ചല്ലോ. അപ്പൊ അലീന പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്, അല്ലാതെ ഇതിൽ മാജിക് ഒന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞ് ചിരിക്കാണ് കേട്ടോ. എന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല, പണിയൊന്നുമില്ല, പിന്നെ കുറച്ചൊക്കെ ഒരു പണി ചെയ്താൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് നേരെയാക്കാൻ പറ്റും, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞവള് ചിരിക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ചേച്ചി നല്ലൊരു പണി ചെയ്യ്, ചേച്ചി കുറച്ച് ഉരുളങ്കല്ല് എടുത്തിട്ടേ ടേബിളിൽ നിരത്തി വെക്കുക, അത് താഴെ വെക്കുക മുകളിൽ വെക്കുക, അങ്ങനെയാണെങ്കിൽ കുഞ്ഞു നോർന്നൊക്കെ പണിയാവുമല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അലീന ചോദിക്കുന്നുണ്ട്, എല്ലാ അവിടുത്തെ വിശേഷങ്ങൾ എന്താ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് കഷ്ടമാണ് ചേച്ചി, ഇവിടെ എപ്പോഴും വിഷമം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടായി, ഞാൻ കാരണമാണത്, അമ്മയോട് ഞാൻ ഒരുപാട് വഴക്കൊക്കെ ഉണ്ടാക്കി, അച്ഛനും അതിൽ ഇടപെടേണ്ടി വന്നു, കാരണം ഞങ്ങളിന്ന് ഫുഡൊന്നും കഴിച്ചില്ല, പുറത്തുനിന്നാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി അമ്മ, അതിൽ പിന്നെ അച്ഛനുമായിട്ട് വഴക്കിട്ടു, അങ്ങനെ ഒരുപാട് പ്രശ്നം. അതൊക്കെ കഴിഞ്ഞ് എന്നെ രോഹിയേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു റൂമിലേക്ക്, എന്നിട്ട് എന്നെ കുറെ ഉപദേശിച്ചു, എന്നോട് പറഞ്ഞു ഇനി വഴക്കിനൊന്നും പോകരുത്, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അമ്മയോട് വെറുതെ ഓരോന്നും പറയണ്ട, അമ്മ അങ്ങോട്ട് പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ മിണ്ടാതെ നിൽക്കുക എന്നൊക്കെയാണ് ഏട്ടൻ പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ താഴേക്ക് വരുമ്പോൾ ചേച്ചി അമ്മ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അമ്മ എന്നോട് വളരെ മോശമായിട്ട് എന്നെ രോഹിത്തേട്ടനെ പറ്റി പറഞ്ഞു. പക്ഷെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? രോഹിത്തേട്ടൻ ഇപ്പം ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കേൾക്കാഞ്ഞത് നല്ല ഭാഗ്യം, കേട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ട്രോമയിൽ നിന്നിപ്പോൾ മാറിയിട്ടല്ലേ ഉള്ളൂ, അമ്മയ്ക്ക് എല്ലാവരും ഹേർട്ട് ചെയ്യാം, അമ്മയെ ആരും ഹേർട്ട് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ എന്ത് മോശമുള്ള കാര്യമാണ്, എന്തായാലും എന്റെ ആങ്ങളെയല്ലേ, അമ്മ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത്? ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കാൻ നിൽക്കണ്ട, ഇതൊക്കെ അമ്മേന്റെ തന്ത്രമാണ്, അമ്മയ്ക്ക് അധികാരം തിരിച്ചു കിട്ടാനുള്ള ഒരു കളിയാണ് അമ്മ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഭിന്നിപ്പിക്കുക, ഇതാണ് അമ്മയുടെ ലക്ഷ്യം. മക്കളും അച്ഛനും തമ്മിലുള്ള കൂട്ട് അമ്മയ്ക്ക് പറ്റുന്നില്ല, അതിന്റെ ഒരു അസൂയ അമ്മയ്ക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ എന്തായാലും ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇന്നിപ്പോ എന്തായാലും ഒരു തീപ്പുരുട്ടി തന്നില്ലേ, അതുപോലെ ഇനിയും പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യം നോക്കി പോയാൽ മാത്രം മതി, അമ്മ അത് ചെയ്തുകൊണ്ടേയിരിക്കും, അത് തിരുത്താനൊന്നും പറ്റില്ലല്ലോ. മാത്രല്ല അമ്മയെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളും വാശിയൊക്കെ ഉണ്ടാവുന്നത്. നിങ്ങൾ അമ്മയെ സ്നേഹത്തോടെ കൂടെ നിർത്തണം, അപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ഭവിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഭവിത തിരിച്ചു പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല ചേച്ചി, അമ്മയോട് സ്നേഹത്തോടെ ഒരു കാര്യം പറയാൻ പറ്റില്ല, അപ്പോഴേക്കും അമ്മ ദേഷ്യത്തോടു കൂടെ അങ്ങോട്ട് പെരുമാറാണ്, പിന്നെ എങ്ങനെ അമ്മയെ സ്നേഹിക്കും? അപ്പൊ അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ അലീന വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ, അവൾ മിണ്ടാതിരിക്കുക. അപ്പൊ അലീന ചോദിക്കുന്നുണ്ട്, നീ എന്തൊന്നും മിണ്ടാത്തെ? അപ്പൊ ബബിത പറയുന്നുണ്ട്, എനിക്ക് മടുത്തു ചേച്ചി, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്കിവിടെ ഇഷ്ടമല്ല. അത് കേട്ടപ്പോൾ അലീന പറയുന്നുണ്ട്, നീ
വിഷമിക്കല്ല മോളെ, അങ്ങനെയൊന്നും പറയല്ല. നിനക്ക് ഞാനില്ലേ, എന്ത് വിഷമം ഉണ്ടെങ്കിലും ചേച്ചിയെ വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ കാണണം തോന്നുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലേ, വീട്ടിലേക്കല്ല കേട്ടോ, കോളേജിലേക്കോ പാർക്കിലേക്കോ ബീച്ചിലേക്കോ എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാൻ തയ്യാറാണല്ലോ. അത് കേട്ടപ്പോൾ ബബിത പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും ഇപ്പം നിൽക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ എനിക്ക് അയച്ചു തരാമോ, എന്ന് എനിക്ക് ചേച്ചി എപ്പോൾ കാണണം തോന്നുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരാമല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛനോട് ചോദിച്ചാൽ മതി മോളെ, അച്ഛനറിയാം, അച്ഛന് കറക്റ്റ് അറിയാം. അത് വേണ്ട, ചേച്ചിക്ക് അയച്ചു തന്നൂടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ കുറെ സംസാരിക്കാണ് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, മോളെ നീ കിടക്കാൻ നോക്കിക്കേ. അപ്പോൾ അവള് പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി, അത് കുഴപ്പമില്ല, നീ കിടക്കാൻ നോക്കിക്കേ എന്നും പറഞ്ഞ് അവളോട് കിടക്കാൻ പറയണം. അങ്ങനെ ബബിത ബെഡിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഫോൺ കട്ട് ചെയ്യല്ലേ കേട്ടോ. അപ്പോൾ അവള് പറയുന്നുണ്ട്, ഇല്ല ഞാൻ കൂടെ തന്നെ ഉണ്ട്, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു എന്ന് വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ കിടന്നുറങ്ങുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കാണ് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം വൈജയന്തി നന്നാവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. നന്നായില്ലെങ്കിൽ എന്തായാലും എല്ലാവരും വൈജയന്തിയെ ഒറ്റപ്പെടുത്തും. അത് വളരെയധികം വലിയൊരു ട്രോമയിലേക്കായിരിക്കും പോവുക. പിന്നെ എല്ലാ സത്യങ്ങളും കൂടെ അറിയുമ്പോൾ പറയണ്ടല്ലോ. എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള എപ്പിസോഡുകളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഒരു ലൈക്കും ചെയ്യണേ. ഓക്കെ ബൈ, താങ്ക് യു.